ഹലോ ഗൈസ്, ഒരു ഗ്യാസ് എടുക്കാൻ പോയൊരു കഥയാണ് ഇന്നത്തേത്. ഞാൻ വീഡിയോ എടുക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ മുഹമ്പത്ത് നിൽക്കുന്ന ആളെ കണ്ടോ, അതെൻ്റെ ഹസ്ബൻ്റെ പെങ്ങളുടെ മോളാണ്. അവൾക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലേ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ സ്ഥലം? സൂപ്പറല്ലേ? മുണ്ടക്കയത്തിൻ്റെ വരിക്കാനി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇവിടെ ഇന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ അടിപൊളി സീനറിയാണ് കേട്ടോ. ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ പോകുന്നത് കൂട്ടിക്കലാണ്. കൂട്ടിക്കൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രളയകാലത്തിൽ വലിയൊരു ദുരന്തം സൃഷ്ടിച്ച നാടാണ് കൂട്ടിക്കൽ. ഞങ്ങളങ്ങനെ ഇന്നലെ രാത്രിയിലാണ് ഗ്യാസ് തീർന്നത്. അപ്പം ഹസ് പറഞ്ഞു ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഇപ്പോൾ ഇന്ന് ഗ്യാസ് എടുത്ത് തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച ദിവസം നമ്മുടെ വീടിൻ്റെ അതുവഴി ഗ്യാസ് വണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ വട്ടം വന്നപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇതുണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ തൂക്കിയിട്ടിരുന്ന കാണാൻ എത്ര ഭംഗിയല്ലേ. അങ്ങനെ കൂട്ടിക്കലുള്ള ഹിൽവി എന്ന് പറയുന്ന ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഹോട്ടലിൻ്റെ പുറകുവശത്തെ സീനറി കണ്ടപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പിടിച്ചതാണ്. അങ്ങനെ നല്ല പൊറോട്ടയും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു. അവൾക്ക് രാവിലെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതിൻ്റെ മുഖമാണ് അത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഭാരത് ഗ്യാസ് എന്ന് പറഞ്ഞ ഏജൻസിയിലോട്ട് പോവുകയാണ്. ഒരു നാടിനെ ഒന്നാകെ പ്രളയത്തിൽ നശിപ്പിച്ച ഒരു ആറാണ് കിടക്കുന്നത്. ആ ആറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ, വെള്ളമൊക്കെ കുറഞ്ഞിട്ട് അന്നത്തെ ആ ഒരു അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. എന്തായാലും അതിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട് ഇന്ന് ഇത്രത്തോളമൊക്കെ കൂട്ടിക്കലെത്തിയതിൽ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഗ്യാസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല കേട്ടോ. നമുക്ക് OTP ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഗ്യാസിൻ്റെ അവിടെ നിന്ന് റെസിപ്റ്റും ഒക്കെ കിട്ടണത്. നേരത്തെ ചെല്ലുക, പൈസ അടയ്ക്കുക, വേഗം എടുത്തിട്ട് പോരായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും OTP വേണമല്ലോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ഐസ് പോൾ എന്ന് പറഞ്ഞ മുണ്ടക്കയത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ ഫ്ലേവറും ഉണ്ട്, സൂപ്പറാണ്. അങ്ങനെ ഞാനും ഒരെണ്ണം കഴിച്ചു. എനിക്ക് നല്ല ചുമയുണ്ട്, എന്നിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു. വണ്ടി ഇരുന്നതിനെ കഴിച്ചു. ഹസ് പറഞ്ഞ് എനിക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞ്, അതുകൊണ്ട് മോള് വാങ്ങിയില്ല. അപ്പോൾ ഉടനെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് പറഞ്ഞാൽ എനിക്കും കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പകുതിയെ ഹസ് തീർത്തു കേട്ടോ. പാവ ഐസ്ക്രീമിൻ്റെ കമ്പ് പറയാം, എന്നെ ഇത്ര പെട്ടെന്നേ തീർത്തല്ലോ നിങ്ങൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ കൂട്ടിക്കെന്ന് വന്ന വഴിക്ക് ബീഫ് വാങ്ങിച്ച് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബീഫ് ഒരു പ്രത്യേക ഒരു റെസിപ്പിയിൽ ഞാൻ ബീഫ് ശരിയാക്കി. അങ്ങനെ അതും കൂട്ടി പൊന്നൂസ് വന്നിട്ട് കുളിച്ചിട്ട് ഫുഡ് കഴിച്ച് അടിപൊളി ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ കഥ തീർന്നു.